സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ ജോമോ ചേട്ടനോട് വന്നിട്ട് 3 ദിവസം അല്ലേ? മൂന്നാം ദിവസമാണ്. അപ്പോൾ ഇന്ന് ജോമോ ചേട്ടൻ്റെ കൂടെയുള്ള വൈകുന്നേരങ്ങളിലുള്ള നടപ്പാണ്. ഇപ്പോൾ വില്ലേജിലൂടെയുള്ള നടപ്പിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു, എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ജോമോ ചേട്ടാ, ഇപ്പം 3 ദിവസമായില്ലേ? 3 ദിവസമായിട്ട് എന്നാ തോന്നുന്നു? നല്ല സന്തോഷം തോന്നുന്നു. എന്തായാലും ഇവിടെ വരാൻ പറ്റിയത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. കാരണം കുറേ ഉള്ളിലുള്ള ഗ്രാമമാണെങ്കിലും ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് കാണുവാനും, ഇവിടുത്തെ ആളുകളൊക്കെ വളരെ ഹാർദവമായിട്ട് നല്ല സ്നേഹമുള്ള ആളുകളാണ്. അവരെ കാണുവാനും സംസാരിക്കാനൊക്കെ വലിയ ഒരു എന്താ പറയുക, ഒരു കൃപ കിട്ടി. കാര്യം ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല അവരോട്, കാരണം അവരുടെ ഭാഷ ഗാസി പിണറായത് കാരണം നമുക്കൊന്നും അറിയത്തില്ല. എങ്കിലും ഒന്ന് ചിരിച്ച് കാണിച്ച് അവരൊന്ന് ഒരു ഷെയ്ക്കാൻ്റെ കൊടുക്കുമ്പോഴത്തേനും അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ജോമോ ചേട്ടൻ ചെയ്ത കാര്യം, ഇന്ന് രാവിലെ ഇന്നലെ തൊട്ട് സ്പെഷ്യലായിട്ട് ജോമോ ചേട്ടൻ ഇവിടുത്തെ നാരങ്ങ വെച്ച് അച്ചാറുണ്ടാക്കി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അച്ചാർ നാരങ്ങ സാധാരണ നമ്മളിവിടെ ഇങ്ങനെ മുറിച്ച് കഴിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയാണല്ലോ. ഇവിടെ ഇപ്പോൾ പല വീടുകളിൽ ചെല്ലുമ്പോഴാണെങ്കിലും മുറിച്ചിട്ട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ എടുത്തു വെച്ച് തരുക സാധാരണ ചെയ്യുന്നത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ മരത്തേൽ കുറേ നാരങ്ങയൊക്കെ നിൽക്കുവാണ്. അപ്പോൾ അതൊന്ന് അച്ചാറിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനെന്തായാലും അടുത്ത ദിവസം പോകും. ബാക്കി ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് മെഷീനൊക്കെ റിപ്പയർ ചെയ്തു. ആൾക്ക് എല്ലാ പണിയും അറിയാം കേട്ടോ. മേസ്തിരിപ്പണി, പ്ലംബിങ്, വയറിങ്, അങ്ങനെ എല്ലാം കൊണ്ടും വലിയൊരു സഹായമായിരുന്നു നമ്മുടെ മെഷീനിൽ. അപ്പോൾ കുറച്ച് ദിവസം നിന്നുള്ളൂ. ഞങ്ങൾ പറഞ്ഞാണ് കുറച്ചവിടെ നിന്നിട്ട് പോയാൽ മതിയെന്ന്. അതെ, പക്ഷെ നിൽക്കാൻ പറ്റില്ലല്ലോ. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നേക്കണല്ലേ. ഇനി അതൊക്കെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ വലിയ പാടാണ്. പിന്നെ അതുമല്ല, എനിക്ക് നാട്ടിൽ ചെല്ലേണ്ട അത്യാവശ്യമുണ്ട്. അത് കാരണം കയറ്റം കയറി കഥച്ചു. വില്ലേജിലേക്ക് പോകുന്നതാണ്. കയറ്റം കയറിയപ്പോഴത്തേക്കും മടുത്തു. നല്ല കയറ്റമുണ്ട്. ഇന്ന് നമ്മൾ ഇപ്പോൾ ഇന്നലെ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ ചെയ്ത കാര്യം, ഇന്ന് നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുമായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നു. വൈകുന്നേരം പ്രാർത്ഥിക്കാൻ വന്നവർക്ക് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്നത്തെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് കുറച്ചും കൂടി ഉത്സാഹത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പറ്റി. കാരണം ഇന്നലെ ചെറിയൊരു വിശപ്പൊക്കെ തോന്നിയായിരുന്നു. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെ ഇരിക്കുന്നതല്ലേ. അച്ഛൻ കഴിക്കാൻ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാൽ പ്രാർത്ഥിക്കാൻ ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോൾ ശരിക്കും ഉപവാസത്തോടെ കൂടെ തന്നെ ഇരിക്കണമല്ലോ. ഇന്ന് പക്ഷേ വിശപ്പ് തോന്നിയേ ഇല്ല. ഇന്ന് കുറേ ഉത്സാഹത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പറ്റി. ഇന്ന് കുറച്ച് പിള്ളേരൊക്കെ ഇടയ്ക്ക് കയറി വന്നു. സ്കൂളിൻ്റെ അടുത്തായത് കാരണം അവരിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ ഒരു ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം ജോമോ ചേട്ടൻ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ നിന്ന് ഇന്ന് ലൈവ് ഇട്ടു, യൂട്യൂബിൽ ലൈവ്. സാധാരണ ഇവിടെ നെറ്റ് കുറവാണ്, തീരെ നെറ്റില്ല. പക്ഷേ അവിടെ ഉള്ള സമയത്ത് നെറ്റ് കുറവല്ലേ അവിടെ? അതെ, നെറ്റ് കുറവാണ്. നെറ്റ് തീരെ കുറവാണ് പള്ളിയുടെ അടുത്ത്, അകത്ത്. പക്ഷേ അവിടെ നിന്ന് ആദ്യമായിട്ട് ജോമോ ചേട്ടൻ ലൈവ് ചെയ്ത് നെറ്റ്വർക്ക് ഏറ്റവും കുറവുള്ള മൗജിത്ത് വന്നിട്ടാണ്. അതെ, പോയ സ്ഥലങ്ങളിൽ ഏറ്റവും നെറ്റ്വർക്ക് സ്ഥലം ഇതല്ലേ? അതെ, നെറ്റില്ലാത്ത സ്ഥലം ഇതാ, റേഞ്ചില്ല, ഒന്നും കിട്ടത്തില്ല. ആള് ഒത്തിരി മിഷൻ യാത്രകൾ നടത്തിയതാണ്. അതിനകത്ത് ഏറ്റവും കുറവ് നെറ്റ്വർക്ക് അനുഭവിച്ച സ്ഥലം ആ സ്ഥലത്ത് തന്നെ നിന്നാണ് ആള് യൂട്യൂബ് ലൈവ് ചെയ്തത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ലൈവ് ചെയ്യണം. ഞാൻ കുറേ നാൾ മുമ്പ് ലൈവ് ചെയ്യാൻ ശ്രമിച്ചതാണ്, പിന്നെ അന്ന് പറ്റിയില്ല. അത് കാരണം ഇന്നിപ്പോൾ ആരാധനയുടെ മുമ്പിലിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് ലൈവ് ചെയ്യണമെന്ന് തോന്നി. ആരെങ്കിലും കണ്ട് കൃപ കിട്ടുന്നവർക്ക് അവർക്ക് കർത്താവിൻ്റെ കൃപ ഡയറക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചെയ്യാൻ തുനിഞ്ഞത് തന്നെ. ഇതിപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷനോട് പറഞ്ഞിരുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്ന വഴികളിലൊക്കെ. ഇവിടെയൊക്കെ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അടിയിടിക്കും, പിന്നെ പെട്ടെന്ന് കയറി വരാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ, അല്ലേ? അതെ, വലിയ കുഴിയാണ്. ചിലയിടത്ത് കുഴികളുണ്ട്. അപ്പോൾ വണ്ടികൾ ഓടിക്കുന്നതിനും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അങ്ങനെ ജോമോ ചേട്ടന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം മൗജും കൊടുത്തിട്ടുണ്ട്. ലൈവ് ഇട്ടു. അത് ലൈവ് ഇട്ട് കഴിഞ്ഞ ശേഷം അച്ഛന്മാർ വിളിച്ചു. അച്ഛൻ വിളിച്ചു ഇങ്ങനെ ലൈവ് ഇട്ട കാര്യമൊക്കെ പറഞ്ഞ് അത് കണ്ടുകൊണ്ടിരിക്കുവാർന്നെന്ന് പറഞ്ഞു. മൊത്തം കണ്ടില്ലെങ്കിലും കുറേയൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു. 1.5 മണിക്കൂർ അടുത്തുണ്ടായിരുന്നു അല്ലേ? 1.5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഏകദേശം. അപ്പോൾ ഇതിൻ്റെ കൂടെ പറയാൻ ജോമോ ചേട്ടനൊരു യൂട്യൂബ് ചാനലുണ്ട്, കമ്പാനിയൻസ് ഓഫ് ക്രൈസ്റ്റ്, ഈശോയുടെ കൂട്ടുകാർ, ഈശോയുടെ സുഹൃത്തുക്കൾ. അപ്പോൾ അദ്ദേഹം നടത്തുന്ന മിഷൻ യാത്രകളെല്ലാം ആ ചാനലിലുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, അത് കാണുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നിങ്ങളും കൂടെ ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ മിഷന് പോകാൻ പറ്റുന്ന വരികയില്ല, എല്ലാവർക്കും മിഷന് പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ
മിഷൻ അനുഭവങ്ങൾ ജോമോൻ ചേട്ടൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ നിങ്ങളത് കാണുക, പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥിക്കുക. അത് ഓരോ വീഡിയോ കാണുമ്പോഴും നമ്മൾ കൂടുതൽ മിഷനെ സ്നേഹിക്കും, മിഷന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ കമ്പൈൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 2-3 ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ ഒരു ഈശോ ഇങ്ങനെ ഒരാളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിമ്പിളുള്ളതാണ് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ. അപ്പോൾ അതങ്ങനെ നിങ്ങൾ കാണുക, അതിൽ അംഗങ്ങളാകുക. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഏകദേശം എത്ര മണിയായി? സമയം 3 നോക്കി, സമയം 6 മണി കഴിഞ്ഞു. 6:05 വലിയ രാത്രിയാവുന്നു. അപ്പോൾ ഇതിൻ്റെ വെട്ടത്തിൻ്റെ കുറവുണ്ട്. പക്ഷെ നോക്കി ആകാശമൊക്കെ രസമുണ്ട് കാണാൻ. കേട്ടോ പുറകുവശത്തേക്ക് നോക്കി, എവിടെയൊക്കെ നോക്കി നല്ല ക്ലിയർ ഉണ്ടോ. ഇതൊക്കെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലവും കാര്യങ്ങളും. കുറേ ദൂരം നടക്കണമല്ലേ വീട്ടിലേക്ക്? നടക്കണം. വീടുകളൊന്നുമില്ല, കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടക്കണം. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ വണ്ടി പോകുന്ന സ്ഥലമാണ്. ചില സ്ഥലങ്ങളോട്ടൊക്കെ പ്രശ്നങ്ങളുള്ളൂ. അങ്ങനെ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക, മിഷണറിമാരായി തീരുക. മിഷനെ നിങ്ങളാവുന്ന രീതിയിൽ ഓരോരുത്തർക്കും ഓരോ ക്യാരിസം ഉണ്ട്. മിഷനെ സഹായിക്കാൻ ഓരോ ക്യാരിസം ഉണ്ട്. ചിലർ പ്രാർത്ഥനയിലായിരിക്കാം, ചിലർ അതിന് സഹായങ്ങൾ ചെയ്ത് നൽകിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടാകാം. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പം നിങ്ങളാവുന്ന രീതിയിലെല്ലാം സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മാറാൻ ശ്രമിക്കുക. നമ്മുടെ മിഷൻ സൺഡേ ഒക്കെ വരുവാണല്ലേ. അപ്പോൾ അതിനു വേണ്ടിയും നിങ്ങൾ സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഈശോയുടെ വചനം ലോകം മുഴുവൻ എത്താൻ വേണ്ടിയെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലേ. ചേട്ടന് എത്ര നാളാണ് ഇപ്പം മിഷൻ യാത്ര തുടങ്ങിയിട്ട്? ഇപ്പം ഞാൻ ഏകദേശം 2016 മുതൽ മിഷൻ യാത്രയുണ്ട്. 2010 ഇങ്ങനെ കർത്താവിൻ്റെ വചനം കേട്ട് ഇറങ്ങിയതാണ്. 2016 മുതലാണ് മിഷനിലേക്ക് ഇറങ്ങിയത്. എന്തായാലും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പോകാൻ കർത്താവ് അനുവദിച്ചു. ആള് ഹിന്ദിയിൽ നല്ലപോലെ വചനം പ്രഘോഷിക്കും. അപ്പോൾ ഹിന്ദി ധ്യാനങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ആളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ അത് ഇവിടെ ഹിന്ദി ആണെന്ന് പ്രതീക്ഷിച്ചാണ് ജോമോൻ ചേട്ടൻ വന്നത് അല്ലേ. ഇവിടെ മിണ്ടാൻ പറ്റില്ലാത്ത അവസ്ഥയായിപ്പോയി. വാ തുറക്കാൻ പറ്റില്ല, ആംഗ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആംഗ്യ സ്നേഹപ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്നാലും വൈകുന്നേരം ആളുകളൊന്ന് പ്രാർത്ഥിച്ചല്ലോ. ആൾക്കാർ പ്രാർത്ഥിച്ചു. ഭാഷ ആവശ്യമാണ്, പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഭാഷയ്ക്ക് അതീതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രവർത്തിച്ചോളൂ. അപ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഇപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ സ്വാഗതം. അപ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പോൾ നല്ല ചില മറ്റ് മിഷൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.